ഞാനിപ്പോൾ നിൽക്കുന്നത് RV കപ്പൂച്ച് എന്നറിയപ്പെടുന്ന റോജർ അച്ഛൻ്റെ വീട്ടിലാണ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം കലാഗ്രഹം എന്നറിയപ്പെടുന്ന ഈ ഒരു ഏരിയ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കലയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രഹം. ഇതിനകത്ത് 100-ലധികം ഡ്രോയിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബോൾ പെൻ കൊണ്ട് വരച്ചെടുത്തിട്ടുള്ള ഡ്രോയിങ്സ് ആണ് ഇതെല്ലാം. പക്ഷെ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ യൂണീക്കാണ്. സാധാരണ ഒരു പിക്ചറിൽ ഒറ്റൊരു ടൈമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ, ആ ഒരു പിക്ചറിൽ വരച്ചിരിക്കുന്ന ആ ഒരു സമയത്തെ മാത്രം. പക്ഷെ ഒരു ലേഖനത്തിലാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കഥ, ഒരു ആരംഭം മുതൽ അവസാനം വരെ പല കാലഘട്ടങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു മോഡേൺ ആർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഈ പിക്ചറിന് സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അറിയാൻ സാധിച്ചത് അച്ഛൻ ജനിച്ചു വളർന്ന അച്ഛൻ്റെ സ്വന്തം ഒരു തറവാട്ട് വീടാണല്ലോ ഇത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഇപ്പോൾ പല കലാകാരന്മാരുടെ ശൈലി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് നല്ല ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണം അവരുടെ വരയ്ക്കാനും, അതുപോലെ ഒരു സൃഷ്ടി പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അച്ഛന് എങ്ങനെയാണ് ഈ ഒരു അന്തരീക്ഷമായിരുന്നു അച്ഛൻ്റെ ഒരു മെയിൻ ഒരു കലാതട്ടകം എന്നൊക്കെ പറയുന്ന പോലെ? അതായത് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാവരും എഴുത്ത്, വര, സംഗീതം, നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഈ എൻ്റയർ ഫാമിലി, അതായത് എൻ്റെ മമ്മിയുടെ വീടായാലും പപ്പയുടെ ഫാമിലി ആയാലും എല്ലാവരും ഇതുപോലെ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പ്രൊഫഷണൽ ജോലിയുണ്ട്, പക്ഷെ അല്ലാതെ ഒരു ഹോബി ആയിട്ട് എല്ലാവരും ഈ കലാമേഖല പല തരത്തിലുള്ള കലകൾ കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വരയ്ക്കുന്നവരാണ്, എഴുതുന്നവരാണ്, പാടുന്നവരാണ്, നാടകമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അങ്ങനെ എല്ലാവരും ഈ ഞങ്ങൾ 4 മക്കളും എൻ്റെ പേരൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഫാദറിൻ്റെ അനിയൻ ഡ്രോയിങ് അധ്യാപകനായിരുന്നു. അവരുടെ വീടുകളിൽ എടുത്തു നോക്കിയാലും ഞങ്ങളുടെ തറവാട്ടിലും നോക്കിയാൽ ആരെങ്കിലുമൊക്കെ ഏത് വീട്ടിൽ നിന്നായാലും അല്പം സംഗീതമായിട്ടും നാടകമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കലയുമായിട്ട്, ഒന്നില്ലെങ്കിൽ പഠനം ഒരു കലയായിട്ട് കൊണ്ടു നടക്കുന്നവർ പോലും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഡോക്ടറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കലയായിട്ടാണ് ഒരു തീസിസ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെയൊരു ഫാമിലിയാണ്, അതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഇതിനൊരു കാരണം മാറ്റി കൂട്ടിയിട്ടുണ്ടായിരിക്കാം. പിന്നെ ഞങ്ങളുടെ നാട് ഒരു ടൂറിസം വില്ലേജാണ്. പാറന്നൂർ ചിറ, അല്ലെങ്കിൽ പാറന്നൂർ ചിറ എന്ന് പേര് വന്നെങ്കിലും ചിറനെല്ലൂർ എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര്. ചിറയും നെല്ലും ചേർന്ന ഗ്രാമമാണ് ഞങ്ങളുടെ, അതുകൊണ്ട് ചിറനെല്ലൂർ എന്ന് പറയുന്ന ആ പേര് വന്നത്. അതുകൊണ്ട് പ്രകൃതി സുന്ദരമായൊരു ഗ്രാമമാണ്. അതും ഇതിനൊരു മാറ്റി കൂട്ടാൻ കാരണമായിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 800ഓളം മിനിയേച്ചർ ഡ്രോയിങ്സ് തന്നെ, മിനിയേച്ചർ മാത്രമായിട്ട് ഒരു 800ഓളം ഡ്രോയിങ്സ് തന്നെ ഇവിടെ ഉണ്ട്. സോ ഇതിൽ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിലും ചെറിയ പിക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഫ്രെയിമിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പിക്ചേഴ്സും ഉണ്ട്. പക്ഷേ ഇതിൽ ഓരോന്നും യൂണീക്കാണ്. ഇത്രയും പിക്ചേഴ്സ് കണ്ടതിൽ ഒന്നിൽ പോലും ഒരു റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അച്ഛൻ എങ്ങനെയാണ് വരയ്ക്കുന്ന ടൈമിൽ ഇത്രയും ഓർത്തിരിക്കാൻ സാധിക്കും? അതോ ഞാൻ മുൻപേ വരച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണോ ഇത്, അല്ലെങ്കിൽ അത് പുതിയതായിട്ടുള്ളൊരു ആശയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പീറ്റേഷൻ അതിൽ വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീല്? നമുക്ക് ഓരോ സമയത്തും ഓരോ ഇമോഷൻസിൽ ഓരോ സംഭവങ്ങളിൽ ചേർന്നിട്ടാണ് നമ്മുടെ ലൈഫ് ഫോം ചെയ്തു വരുന്നത് ഓരോ ദിവസം. എന്ന് പറയുന്നത് പോലെ ഓരോ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ഓരോ കാഴ്ചകളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഞാൻ വരച്ചത്, അല്ലെ എന്നിലൂടെ വരയ്ക്കപ്പെട്ടത്. അപ്പോൾ വരയ്ക്കപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ പടം ഞാൻ കാണുമ്പോൾ ആ വരച്ച ആ ദിവസങ്ങളിൽ എനിക്കുണ്ടായ അനുഭവം, അതിന് കാരണമായിട്ടുള്ള കാര്യം അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആ പടങ്ങൾ ഞാൻ ഓർത്തിരിക്കുന്നതിൻ്റെ ഒരു റീസൺ, അതായത് പടങ്ങളിലുള്ള ആശയം ഓർത്തിരിക്കാനുണ്ടാകുന്ന കാരണം അതാണ്. പിന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ ഫീലിംഗ് ആ സമയത്ത് ഈ പടമായിട്ടാണ് വന്നത്. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ ഒരു പടം വരയ്ക്കാൻ വേണ്ടി
നമ്മൾ ഇരുന്നതല്ല. ആ ഒരു ഇമോഷൻ വന്നപ്പോൾ നമ്മൾ വരച്ചു പോയത് ഇങ്ങനെയായി പോയി. ഒരു ഡയറി ഒക്കെ പോലെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് മെമ്മറീസ്. ഇപ്പൊ ചില പടങ്ങളുടെയൊക്കെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നത് പോലെ തന്നെ ചിലതിൻ്റെ റീസണും കോൺസെപ്റ്റൊക്കെ ഞാൻ മറന്നുപോയി. കാരണം നമ്പർ ഒരു റീസണാണ് അതിന്. ഇപ്പൊ ഇവിടെ കണ്ടിട്ടുള്ള മോസ്റ്റ് ഓഫ് പെയിന്റിങ്സിലും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഫാക്ടർ ആ കണ്ണാണ്. എല്ലാ പെയിന്റിങ്ങിലും മീൻസ് യുണീക്ക് ആയിട്ടാണ് ഓരോന്നിലും പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരെണ്ണത്തിൽ പോലും അത് വിട്ടുപോകാതെ എല്ലാത്തിലും ഈ ഒരു കണ്ണിന്റെ പ്രത്യേകത എന്താണ്? കണ്ണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ദൈവം ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൃഷ്ടികർമ്മം വെളിച്ചത്തിൽ ദൈവം നടത്തി എന്നതിനെ നമുക്കൊരു സയന്റിഫിക് പ്രൂഫ് എന്ന് പറയുന്നത് എൻ്റെയൊക്കെ കൊച്ചു നാളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചെടി അടച്ചിട്ട മുറിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടി വെളിച്ചമുള്ള ഭാഗത്തേക്ക്, അത് ജനൽപ്പാളികളുടെ ഇടയിലൂടെ കടന്നു വരുന്ന വെളിച്ചത്തിലേക്ക് അത് വളരുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ഞങ്ങളെ കൊണ്ട് നടത്തിച്ചിട്ടുള്ളതാണ് കൊച്ചുനാളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വെളിച്ചം അനിവാര്യമാണ്. ആ ഒരു സയന്റിഫിക് ഒരു പ്രൂഫ് തന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവമുള്ള എല്ലാ സൃഷ്ടിയുടെയും കാര്യക്കാരൻ. അപ്പോൾ അതുകൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിക്കുമ്പോൾ വെളിച്ചം ആദ്യം സൃഷ്ടിച്ചു. കാരണം ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വെളിച്ചം അനിവാര്യമാണ്. അപ്പോൾ ഈ വെളിച്ചത്തെക്കുറിച്ച് നമ്മുടെ പ്ലേറ്റോ, സോക്രാറ്റസിന്റെ ശിഷ്യനായ പ്ലേറ്റോ പറയുന്നുണ്ട്, വെളിച്ചം ഈശ്വരന്റെ നിഴലാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്തു പറയുന്നതാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെയും അതുപോലെ ക്രിസ്തുവിനെയും ജീവന്റെ തുടിപ്പിനെയും മിടിപ്പിനെയും ഒക്കെ ഈ കണ്ണ് പ്രതിദാനം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ പ്രകാശമുള്ള ഒരേ ഒരു അവയവം കണ്ണാണ്. ആ കണ്ണിലൂടെയാണ് നമ്മൾ കാഴ്ചകൾ കാണുന്നത്, അതിലൂടെയാണ് നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ പടങ്ങളിലേക്ക് നോക്കുന്ന ആളുകളും കണ്ണാണ് ആദ്യം കാണുന്നത്. ആ കണ്ണിലൂടെയാണ് ആ ചിത്രത്തെ മനസ്സിലാക്കേണ്ടതും ആ കണ്ണാണ് ആ ചിത്രത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ കണ്ണിന് ആ ഒരു ഈശ്വരൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഇതുമുണ്ട്, അതുപോലെ തന്നെ ജീവന്റെ നിലനിൽപ്പിനെ കുറിച്ച് പ്രതിദാനം ചെയ്യുന്നുണ്ട്. നമ്മളിലുള്ള വെളിച്ചത്തെ ഒന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ ആ ചിത്രം സംസാരിക്കാൻ ഒരു കഥാപാത്രം കണ്ണാക്കി എന്നുള്ളതാണ്. നമ്മൾ കുഞ്ഞിലെ മുതലേ ഒരു പിക്ചർ വരയ്ക്കുന്ന ടൈമിൽ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് ഇമേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആയിരിക്കില്ല നമ്മൾ വരച്ചു തുടങ്ങുക. അത് കാണുന്ന ആൾക്കും കാണാൻ കൗതുകകരമായ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലൊരു പിക്ചർ. പക്ഷെ ഒരു മോഡേൺ ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. അത് ആ ഒരു കലാകാരന്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയല്ല ഒരു മോഡേൺ ആർട്ട്. അപ്പൊ അച്ഛൻ ഇത് വരച്ച് തുടങ്ങുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു റെഫറൻസ്, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ അത് അച്ഛന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതുപോലെ ഇതിന്റെ ഇനീഷ്യലി ഇങ്ങനെ ഒരു ആർട്ടിലേക്ക് കടക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ ആദ്യം? ആക്ച്വലി ഒരു 99-ലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് ഡ്രോയിങ്ങിലേക്ക് വരുന്നത്. അതൊരു യാദൃശികമായിട്ടൊരു സിനിമ കാണാൻ ഇടയായപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എഴുതാൻ വേണ്ടി, അതിനെക്കുറിച്ചൊരു നിരൂപണം പോലെ എഴുതാൻ വേണ്ടി ഞാൻ തുനിഞ്ഞതാണ്. പക്ഷേ എഴുത്ത് നടന്നില്ല. പക്ഷെ ആ പെന്നെടുത്ത് ഇങ്ങനെ ആ പേപ്പറിൽ ഇങ്ങനെ വരച്ച് നിന്നപ്പോൾ അതൊരു പടമായിട്ട് മാറി. ആ പടത്തിന് ഞാനൊരു ക്യാപ്ഷൻ ഈ കണ്ട സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഞാൻ എഴുതി വെച്ചു മലയാളത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന ഒരു ബ്രദറിന് ഞാനിതിനൊരു ക്യാപ്ഷൻ എഴുതാനായിട്ട് കൊടുത്തു. അപ്പോൾ ആ ബ്രദർ ഞാൻ എന്താണോ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അത് എനിക്ക് ഇംഗ്ലീഷിൽ എഴുതി എൻ്റെ ഡോറിൻ്റെ ലോക്കിൽ വെച്ചിട്ട് പോയി ആൾ. അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടി. എനിക്ക് പടം വരച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളൊരു അവയർനെസ് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഈ പടങ്ങളിലേക്ക് വരയ്ക്കുന്ന ഈ ശൈലിയിലേക്ക് വന്നത്. പിന്നെ ഇതിങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്, അല്ലാതെ നമ്മളിതിനു വേണ്ടി മനഃപൂർവ്വം ഇരുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു കളക്ഷൻ നമുക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലല്ല.
വരച്ചത് ഞാൻ അങ്ങനെ എൻ്റെ കൂടെ സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പടങ്ങളും ഒരു തരത്തിൽ രൂപപ്പെട്ടതാണ്. സാധാരണ കണ്ടുവരാറുള്ള പിക്ചേഴ്സ് എല്ലാം ഇപ്പൊ ഒരു സീനറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പല ടൈപ്പ് ഓഫ് ആർട്സും ഭയങ്കര കളർഫുൾ ആയിരിക്കും, ഒത്തിരി കളേഴ്സ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിരിക്കും, മൈൻഡിൽ ഒത്തിരി തങ്ങി നിൽക്കും ആ കളേഴ്സ് എല്ലാം. പക്ഷെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത് വളരെ കുറച്ച് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. മെയിൻലി റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, അങ്ങനെ പ്രൈമറി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ സെയിം കളേഴ്സ് വെച്ചിട്ട് തന്നെ ഒരുപാട് ആർട്ട് ഡിഫറെന്റ് തീംസിൽ അച്ഛൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതോ ഈ ഒരു സ്പെസിഫിക് കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും? ഒരു തരത്തിൽ ഞാൻ പറയാം, മിനിമലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ട്. അതായത് മിനിമം അവൈലബിൾ തിങ്സ് കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പറയാം. ആദ്യം ഞാൻ വരച്ചിരുന്ന പടങ്ങളെല്ലാം വേസ്റ്റ് പേപ്പറിലാണ്. ഞാൻ പഠിച്ച കോളേജിൻ്റെ ലൈബ്രറി കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈബ്രറി കാർഡ് കളഞ്ഞത്, കത്തിക്കാനിട്ടിരിക്കുന്ന ലൈബ്രറി കാർഡുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ വരച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നോർമലി വരയ്ക്കാൻ ക്യാൻവാസ് വേണം, പെയിൻറ്റ് വേണം, ബ്രഷ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വേസ്റ്റ് പേപ്പർ ക്യാൻവാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിച്ചു. പെന്ന് എന്ന് പറയുന്നത് ബ്രഷാക്കി, അതുപോലെ തന്നെ ഇങ്ക് എന്ന് പറയുന്നത് പെയിൻ്റാക്കി. അപ്പോൾ അതിന് വലിയൊരു ക്യാൻവാസ് എന്നൊക്കെ പറയുന്നതാണ് കോൺസെപ്റ്റുകൾ എടുക്കുന്നത്. നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു മേഖല കാണുമ്പോൾ വലിയ ക്യാൻവാസിൽ വരയ്ക്കുന്നതാണ്. അപ്പോൾ ചെറിയ കാര്യം കൊണ്ട് വലിയ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു സാധ്യത ദൈവം ഒരുക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒരു മനഃപൂർവ്വമുള്ള വരയല്ലെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പ്രോസസ്സിലൂടെ ആയിത്തീർന്നതാണ്. അപ്പോൾ ഇത്രയും പേപ്പറുകൾ, ഒരു യൂണിഫോമിറ്റിയോട് കൂടി ഇത്രയും കളക്ഷൻ ഓഫ് പേപ്പറുകൾ എനിക്ക് കിട്ടിയപ്പോൾ അതിലിങ്ങനെയുള്ളൊരു പാറ്റേൺ പടങ്ങൾ വരച്ചു വന്നപ്പോൾ അതിനൊരു മോഡ് ഉണ്ടായി, ഒരു നോവൽറ്റി എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു, എൻ്റേതായൊരു ഐഡൻറ്റിറ്റി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മിനിമലിസം എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റഡ് എലമെൻ്റ് ആണ്. അതിന് വേറൊരു മോട്ടിവേഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് പലരെയും പല കഴിവുള്ള മേഖലയിൽ കഴിവുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പലരെയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് കഴിവുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ അത് വളർത്താൻ പറ്റിയില്ല, സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ആരും പ്രോത്സാഹിപ്പിച്ചില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് പറയുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം കളഞ്ഞ വേസ്റ്റ് പേപ്പറാണ് എനിക്ക് 800-നും മേലെ പടങ്ങൾ വരയ്ക്കാനായിട്ടൊരു കാര്യകാരണമായ ഒരു ക്യാൻവാസും ആയത്. അതുപോലെ ഞാൻ എഴുതുന്ന പെന്നുകൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധ്യത നമുക്ക് എപ്പോഴും ദൈവം നമ്മുടെ മുൻപിൽ തന്നെ വെക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനും ഒരു മോട്ടിവേഷണൽ സ്പിരിറ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു നല്ലൊരു കലാകാരന് വലിയൊരു ക്യാൻവാസ് ഇല്ലെങ്കിൽ ഒരു ചെറിയ വേസ്റ്റ് പേപ്പറിലാണെങ്കിൽ പോലും ഒരു നല്ലൊരു അത്ഭുതം തീർത്തെടുക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഇതൊന്നനുസരിച്ച് ബ്രേക്ക് ചെയ്ത് പോകുന്നവരെല്ലാം അതൊരു മീഡിയം എന്ത് തന്നെയായാലും മീൻസ് എന്ത് തന്നെയായാലും നമ്മൾ ആശയം കൊടുക്കാനായിട്ടൊരു കലാകാരന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഡ്രോയിങ്സ് ഞാൻ കണ്ടു, ചെറുതും വലുതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു പിക്ചർ വരയ്ക്കാനായിട്ട് അച്ഛന് എത്ര നേരം എടുക്കും? ഐ മീൻ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടല്ല, ആ ഒരു പിക്ചർ, ഇതിപ്പോൾ അറിയാലോ മോഡേൺ ആർട്ടാണ്, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പോൾ ചില കവികളെല്ലാം കണ്ടിട്ടുണ്ട് മനസ്സിൽ വരുന്ന വരികൾ കുറിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അച്ഛൻ അതുപോലെയാണ് ഒരു കോൺസെപ്റ്റ് കിട്ടി അങ്ങനെ വരച്ചു തുടങ്ങുകയാണോ, അതോ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി കുറേ ചിന്തിച്ച് അല്ലെങ്കിൽ ടൈം എടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ പിക്ചർ മനസ്സിൽ കിട്ടിയിട്ട് വരയ്ക്കുകയാണോ? എങ്ങനെയാണ് അച്ഛൻ ഇതിലോട്ട്? ഒരു കലാകാരൻ ഏത് ടൈപ്പ് ആയാലും, ഇപ്പോൾ ഒരു സിംഗർ ആയാലും ഏത് വെറൈറ്റി മീഡിയ ഉപയോഗിക്കുന്ന കലാകാരൻ, ഇപ്പോൾ അഭിനയമായാലും എന്തായാലും ഒരു ക്ലീൻ സ്ലേറ്റിൻ്റെ രീതിയായിരിക്കണം മൈൻഡ്. ആയിരിക്കണമെന്നല്ല, അങ്ങനെയാണ്. കാരണം ഒരു ഇമോഷണൽ എക്സ്പ്രഷനാണ് കലയിലൂടെ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുടെ മൈൻഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ ഈ കലയുമായി ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിലുള്ള ആളുകളായാലും ഒരു തരത്തിൽ ഹോട്ടംപേഡായിട്ട് തോന്നും. ഈ ഹോട്ടംപേഡ് മാത്രമാണ് അൺപ്ലസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ കലാകാരന്മാരൊക്കെ ഒരു തരത്തിൽ ചൂടന്മാരാണ് അല്ലെങ്കിൽ വാശിക്കാരാണ് എന്നുള്ളൊരു ഡിസോർഡർ മൈൻഡ് പോലെ ആൾക്കാർക്ക് തോന്നും. അവരുടെ എല്ലാ ഇമോഷനും അങ്ങനെ തന്നെയാണ്. കാരണം അവർ വളരെ
ഈ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാ കലാകാരന്മാരും ഏത് തരത്തിലുള്ള കലയുമായിട്ട് ബന്ധപ്പെട്ടവരായാലും അവർ വളരെ ഇമോഷണൽ ആയിരിക്കും. അതേപോലെ പല കാര്യങ്ങളും അവർ ടോളറേറ്റിംഗ് നേച്ചർ കൂടാ, അവരുടെ സൈക്കോളജിയാണ്. അപ്പോൾ അവർ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് ക്ലീൻ, താബൂല റാസ, ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുന്നവർ. അപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു പേപ്പർ വായിച്ചതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ചില വാർത്തകൾ, ചില സംഭവങ്ങൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ആ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ആ ഇമോഷൻസ്, ഫീലിങ്സ് കലയിലൂടെ പുറത്തു വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വരയ്ക്ക് കാരണമായിട്ടുള്ളതൊക്കെ അങ്ങനെ പേപ്പർ ന്യൂസുകൾ അല്ലെങ്കിൽ ഞാൻ കേട്ട സംഭവങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് വരയ്ക്കാൻ ഒരു കാര്യകാരണമായിട്ടുള്ളത്. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ അതിന് അനുബന്ധിതമായിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും ആ പിക്ചറിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ വായിച്ച എത്രമാത്രം ബുക്സും എത്രമാത്രം വാർത്തകളും അല്ലെങ്കിൽ എത്രമാത്രം ഒബ്സർവേഷൻസും സംഭവങ്ങളും ഞാൻ കേട്ടത് എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ആകത്തുക കൂടിയാണ് ഈ പിക്ചർ ഇങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, ചെറുതും വലുതായിട്ട് പല ഫ്രെയിംസിൽ കളർഫുൾ ആയിട്ട് ഒത്തിരി മീനിങ് ഫുൾ ആയിട്ടുള്ള ഒത്തിരി പിക്ചേഴ്സ് ഇവിടെ കണ്ടു. എത്ര കാലം എടുത്തിട്ടായിരിക്കും ഇത്രയും ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് അച്ഛൻ ചെയ്തെടുത്തത്? ഞാൻ 1999 ഡിസംബർ മാസമാണ് എൻ്റെ ഈ രീതിയിലുള്ള ഒരു വര ആരംഭിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ആരംഭിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ല ആരംഭിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ വരച്ചിപ്പോൾ 2025 അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 25 വർഷത്തിനും മേലെ പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ മിനിയേച്ചർ വർക്കുകൾ അത് 800-നും മേലെയുണ്ട്. അത് പോസ്റ്റ് കാർഡ് സൈസ്, ഡബിൾ പോസ്റ്റ് കാർഡ് സൈസിലുള്ള കളക്ഷനായിട്ടൊരു 800-നും മേലെയുണ്ട്. പിന്നെ അക്രിലിക് പെയിൻറ്റിങ്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു 25 പടങ്ങളുണ്ട്. പിന്നെ വലിയ സൈസിൽ അത് A3 അതുപോലെ 2 അടിയുടെ ഒക്കെ ആയിട്ട് കുറച്ചെണ്ണം നമ്പറുമുണ്ട്. അതൊരു 25 വർഷത്തിന് മേലെയുള്ള ഒരു കളക്ഷനാണ്. അച്ഛൻ ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞല്ലോ, 1999 ഡിസംബർ. അത്രയും ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിരുന്നു? കാരണം അത്രയേ ഉള്ളൂ, എല്ലാ പടങ്ങളുടെ അടിയിലും എൻ്റെ സിഗ്നേച്ചറും ഡേറ്റും പിക്ചർ 1999 ഡിസംബറിലാണ്. അതുകൊണ്ട് അതിന്റെ കൃത്യത അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആർട്ട് എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരു സ്ട്രെസ് റിലീഫിനാണെങ്കിലും അല്ലെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് എപ്പോഴും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണല്ലോ. അപ്പൊ ഒരു കലാകാരൻ എന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങളെല്ലാം അത് അവനവന് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് അല്ലേ? ഒരു കലയിലൂടെ ആ ഒരു കലാകാരന് സ്വയം കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ് ആയിരിക്കില്ല ഒരു ആർട്ടിലൂടെ ആള് പ്രകടിപ്പിക്കുന്ന ആളുടെ ഇമോഷൻസ്. അത് കൂടാതെ അച്ഛന് ലഭിച്ചിട്ടുള്ള മറ്റ് അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? ഈ വര എന്ന് പറയുന്ന ഇതിൽ നോക്കുമ്പോൾ എനിക്ക് 2021-22 ആ സമയത്താണെന്ന് തോന്നുന്നു കേരള ബുക്ക് ഓഫ് റെക്കോർഡ്, അതായത് അതിൻ്റെ നമ്മൾ ക്രൈറ്റീരിയ ഏതായിരുന്നു, 800 മിനിയേച്ചർ അബ്സ്ട്രാക്റ്റ് ആർട്ട് വർക്ക് ഓൺ വേസ്റ്റ് പേപ്പർ വിത്ത് ഓർഡിനറി റൈറ്റിംഗ് പെൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയക്ക് എനിക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിരുന്നു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് നമ്മൾ 800ഓളം പടങ്ങൾ നമ്മുടെ വേസ്റ്റ് പേപ്പറിൽ വരച്ചതെല്ലാം വേസ്റ്റ് പേപ്പറിലാണ്. മിനിയേച്ചർ വരച്ചിരിക്കുന്നതെല്ലാം, ചെറിയ പടങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് വേസ്റ്റ് പേപ്പറിലാണ്. പിന്നെ നമ്മൾ സാധാരണ എഴുതുന്ന ഓർഡിനറി റൈറ്റിംഗ് പെൻ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയക്കാണ് എനിക്ക് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് കിട്ടിയത്. അതാണ് ഈ വരയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു അച്ചീവ്മെന്റ്. അത് കൂടാതെ മ്യൂസിക്കൽ വിസിലിംഗ് എന്ന് പറയുന്ന ഒരു 5ഓളം റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ്. അത് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇൻഡിവിജ്വലായിട്ട് എനിക്ക് കിട്ടിയെന്ന് പറയുന്ന റെക്കോർഡ് ആസച്ച് കേരള ബുക്ക് ഓഫ് റെക്കോർഡാണ്. ആർട്ട് ടിപ്പിക്കലി ഫോർ ദിസ് ഡ്രോയിങ്സ്. ഇവിടെ പിക്ചേഴ്സ് കൂടാതെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കുറച്ച് റൈറ്റിംഗ്സ് കണ്ടു. ഇതൊക്കെ അച്ഛൻ തന്നെ എഴുതിയതാണോ? അച്ഛന്റെ ഒരു ഭാവനയില്? ഇത് ഇതുപോലെ തന്നെ ഈ പടങ്ങൾ പോലെ തന്നെ
എന്നിലൂടെ രൂപപ്പെട്ട ചെറിയ ചെറിയ സെന്റൻസുകളാണ്. ഇപ്പോൾ ഭക്തിയും യുക്തിയും ചേർന്നുള്ള ശക്തി മുക്തിക്ക് യുക്തം, അങ്ങനെ ഹൈക്കു തോട്ട്സുകൾ, ചെറിയ ഇതെന്ന് ആശയങ്ങൾ പറയുന്നു. ഇപ്പൊ നമുക്കൊരു ഭക്തിമാർഗം മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. യുക്തി മാത്രമായാലും പ്രശ്നമാണ്. അപ്പോൾ ഭക്തിയും യുക്തിയും ചേർന്നുള്ള ശക്തി മുക്തിക്ക് യുക്തം. അങ്ങനെ ചെറിയ ചെറിയ ചിന്തകൾ ആണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിങ്ങനെ ഈ ഭാഗം മൊത്തം കൊണ്ട് ഒരു പുസ്തകത്തിന് വേണ്ടി ചെയ്തതാണ് ഞാൻ. പുസ്തകത്തിന്റെ വർക്കിലാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ വരുന്നവർക്കൊന്ന് വായിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലേസ് ചെയ്തത് മാത്രം. ഇത് ആർട്ടിനോടൊപ്പം അച്ഛൻ ചെയ്തിരുന്നതാണോ അതോ ഇപ്പോ പുതിയതായിട്ട്? അല്ലല്ല, ഇതിപ്പോ ആർട്ടും ഇതുമൊക്കെ ഒന്നിച്ച് പോകുന്നതാണ്. ആൽബം പാടും, സംഗീതം ചെയ്യും, ഇതെല്ലാം ഒന്നിച്ചിങ്ങനെ പോകുന്നു. ഓരോ മൂഡിൽ ഓരോന്ന് വരുന്നു. നമുക്കറിയാം ദൈവം ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ ഒരു നിശ്ചിത ലക്ഷ്യത്തോടു കൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും പിക്ചേഴ്സ് തീർത്തെടുത്ത ഒരു പ്രീസ്റ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ കലയെ അച്ഛൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു നോർമൽ വ്യക്തി എന്നുള്ളൊരുപരി ഒരു വൈദികന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് ആർട്ടിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ, ദൈവം സൃഷ്ടിച്ചതാണ് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ. ഞാനും ഇദ്ദേഹമൊക്കെ അതിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് വലിയൊരു കലാകാരനാണ്, അല്ലേ? ആ കലാകാരനിലൂടെ രൂപപ്പെട്ട ഒരു കലയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ കലാകാരൻ്റെ കലാബോധം എല്ലാ സൃഷ്ടിജാലങ്ങളിലും ഉണ്ട്. അത് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു പാട്ട് പാടുന്നു, അല്ലെങ്കിൽ എന്നിലൂടെ ഒരു പടം വരയ്ക്കപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെടിയുടെ പൂ വിരിയുന്നു. അതതിൻ്റെ ജീനിൽ നിക്ഷേപിക്കപ്പെട്ട കലാമൂല്യമാണ് അത് പൂവായിട്ട് വിരിയുന്നത്. അപ്പോൾ കലയില്ലാതെ, കഴിവില്ലാതെ ആരും ഭൂമിയിൽ പിറന്നിട്ടില്ല എന്നുള്ളതാണ്. കല ഈ എന്ന് പറയുന്നത് മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. നമ്മൾ വളരെയധികം കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് കൂളാക്കുന്നത് ഈ കലയാണ്. സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കലയില്ലാതെ നടക്കില്ല. അതൊരു സൈക്കോളജിക്കൽ ലെവലിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്നല്ല, ഏത് കാലഘട്ടത്തിലും ഇതാണ്. അതുകൊണ്ടാണ് നാടകം ഉണ്ടായതും സിനിമയുണ്ടായതും ഡാൻസ് ഉണ്ടായതും പാട്ടുണ്ടായതും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് കലയില്ലാത്ത ഒരു ദിവസം ഉണ്ടോ? നമ്മൾ നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് വരുന്ന കിടക്ക, അല്ലെങ്കിൽ പായൽ വിരിച്ചിരിക്കുന്ന ആ ഷീറ്റ്, അതിലൊരു ഡിസൈൻ ഉണ്ട്. നമ്മളൊരു ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിന്, നമ്മുടെ കണ്ണിന് ഇഷ്ടം തോന്നുന്നൊരു ഡിസൈനുള്ള ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്ന കടയിൽ പോയി കുറേ ബെഡ്ഷീറ്റുകൾ ഇരിക്കുന്നുണ്ടാവും, ഇല്ലേ? ഓക്കെ, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളൊരു ബ്രഷ് ചെയ്യാൻ പോകുന്നു. ആ ബ്രഷ് നമ്മൾ വാങ്ങിക്കുന്ന അതിൻ്റെ കളറും അതിൻ്റെ പാറ്റേണും നമ്മൾ നോക്കിയിട്ടാണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ടൈപ്സ് ബ്രഷുകൾ അവൈലബിൾ ആണ്. നമ്മളെടുക്കുന്ന ടൂത്ത് പേസ്റ്റ്, അതിനും കളറും സൈസും ഇതൊക്കെ നമുക്കുണ്ട്. നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, അതിൻ്റെ സ്മെല്ല്, ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ വന്ന് നമ്മളെ മുടി ചീകുന്നത് നമുക്കിഷ്ടമുള്ള പോലെയാണ്, അല്ലേ? എല്ലാവരും ഒരേ പാറ്റേണിലാണോ മുടി ചെയ്യുന്നത്? അല്ല, നമ്മുടെ മുഖത്തിനും നമ്മുടെ മനസ്സിനും ചേർന്ന് നിന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഹെയർ സ്റ്റൈല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നമ്മുടെ ആടയോടകളെല്ലാം അങ്ങനെ തന്നെ, ആഭരണങ്ങൾ അങ്ങനെയാണ്, നമ്മൾ തൊടുന്ന പൊട്ടങ്ങനെയാണ്, അങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കല എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതില്ലാതെ ഒരു മനുഷ്യന് എക്സിസ്റ്റൻസ് ഇല്ല. നമ്മുടെ ഓരോരുത്തർ വീടുകൾക്ക് വ്യത്യാസമുണ്ട്, വീടുകളുടെ ഷേപ്പുകൾക്ക്. നമ്മുടെ ഓരോരുത്തർ വീടുകളിൽ നമ്മുടെ റൂംസ് സെറ്റ് ചെയ്യുന്നത് അതൊരു ആർട്ടാണ്. കിച്ചൺ സെറ്റ് ചെയ്യുന്ന ഒരു ആർട്ടാണ്. കുക്കിംഗ് ഈസ് ആൻ ആർട്ട്. പഠനം ഒരു ആർട്ടാണ്. അങ്ങനെ കല എന്നില്ലാത്ത ഒരു കാര്യവും മനുഷ്യനില്ല. അത് ജീവജാലങ്ങൾക്ക് ആയാലും അങ്ങനെ തന്നെ. ഓരോ പക്ഷികളും വ്യത്യസ്ത രീതിയിലുള്ള കൂടുകളാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, അല്ലേ? ഓരോ ജീവജാലങ്ങളും അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, അതിന് സെക്യൂറായിട്ട് തോന്നുന്ന രീതിയിലുള്ള മാളങ്ങളാണ് സൃഷ്ടിക്കുന്നത്, അല്ലേ?
പുലിമടയും എലിമടയും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? അപ്പോൾ അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ബുദ്ധിയിലും ബോധത്തിലും ബോധ്യത്തിലും അവബോധത്തിലും ഈശ്വര സൃഷ്ടിയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതതിൽ രൂപപ്പെട്ടു പോകുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന കലയിലും കലാകാരനിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ കലയെ എതിർക്കാനോ കലയെ തകർത്തിട്ടോ ഒന്നും ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. കലയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരു നമ്മുടെ വിശ്വാസത്തെ ബേസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ, ഓരോ ആരാധനാലയങ്ങളിലും അവരുടേതായ രീതിയിലുള്ള ഒരു ഗോഡ് അവേക്കിങ്ങിനുള്ള ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലാണെങ്കിൽ കുരിശായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ അവർ വെക്കുന്ന രീതികളുണ്ട്, മോസ്കുകളിൽ അങ്ങനെയുണ്ട്, ഗുരുദ്വാരയിൽ അങ്ങനെയുണ്ട്. ഈവൻ ഓരോ ആരാധനാലയങ്ങളുടെ ഷേപ്പ് പോലും സ്പെഷ്യൽ ഇതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഗുരുദ്വാരയാണ്, അല്ലെങ്കിൽ ഇതൊരു മോസ്കാണ്, ടെമ്പിളാണ്, സിനഗോഗാണ്. അങ്ങനെ നമുക്ക് തിരിച്ചറിയുന്നത് ഈ കല എന്ന് പറയുന്നത് ബോധ്യത്തിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ കിടപ്പ് ദൈവം കിടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് കലയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഈ കലയില്ലാത്ത തല ഒരു കലാപഭൂമിയാണ്. കാരണം ഭംഗി ആസ്വദിക്കാൻ കഴിയാത്തവർ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അംഗീകരിക്കാൻ കഴിയാത്തവർ, അവരാണല്ലോ മറ്റുള്ളവരെ വകവരുത്തുന്നത്. അതായത് ഒരു കലാപം പുറപ്പെടുമ്പോൾ ആ പ്രകൃതി മുഴുവൻ നശിച്ചു പോകുന്നുണ്ടല്ലോ, ആ സ്ഥലം ഇതാകുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ തലയിലും മനസ്സിലുമാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അവൻ്റെ തലയിൽ കലയില്ല. കലയുണ്ടെങ്കിൽ ഇതെല്ലാം, ഈ സൗന്ദര്യം സൂക്ഷിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതില്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് എടുക്കും, ഉറപ്പാണ്. പ്രകൃതി തന്നെ നശിപ്പിക്കും. അപ്പോൾ കല ഒരു പ്രീസ്റ്റ് എന്ന നില മാത്രമല്ല, ഒരു മനുഷ്യന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കല. ഞാൻ ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കലാഗ്രഹം എന്നുള്ള ആ ഒരു പേര് ശ്രദ്ധിച്ചായിരുന്നു. കടന്നുള്ളിലേക്ക് വന്നപ്പോൾ ഫുൾ കല അല്ലെങ്കിൽ ആർട്ടായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രഹം, ആ പേരിന് അനുവർത്ഥമാക്കുന്ന രീതിയിലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. ഈ ഒരു കലാഗ്രഹത്തിനെ പറ്റിയിട്ട് അച്ഛൻ എന്താ പറയാനുള്ള, അച്ഛൻ്റെ ഓർമ്മകളിൽ? ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. കാരണം ഈ വീട് പണിതതിന് താമസമാക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ ജനിച്ചത്. അപ്പോൾ ഏകദേശം 50 വർഷം ഈ വീട് പണിതിട്ട് കഴിഞ്ഞു. അപ്പോൾ 50 വർഷം കഴിയുമ്പോൾ ഒരു രൂപമാറ്റം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് എല്ലാ കാലത്തും എല്ലാ തലങ്ങളിലും സംഭവിക്കും. നമ്മൾ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ. അപ്പോൾ അങ്ങനൊരു സെലിബ്രേഷനാണ് ഈ വീടിൻ്റെ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഒരു കാരണം. രണ്ടാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഇത്രയും പടങ്ങൾ വരച്ചിട്ട് ഞാനിങ്ങനെ ട്രാൻസ്ഫർ ആകുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, എൻ്റെ മുറിയിൽ തന്നെ അടക്കി വയ്ക്കുക, വല്ലപ്പോഴും വരുന്ന എക്സിബിഷനുകൾക്ക് കൊണ്ടുപോവുക. ചില സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് എക്സിബിഷൻ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെൻ്റെ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ പലരും ഇത് കണ്ടിട്ടുള്ളവർ, എന്നെക്കുറിച്ച് അറിയുന്നവർ, ഇത്രയും നമ്പറിനെ കുറിച്ചൊക്കെ അറിവുള്ളവർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാരായിട്ടുള്ള ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛത് എവിടെയെങ്കിലും ഒരു സ്ഥിരപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഒരു പക്ഷേ അച്ഛൻ്റെ ജീവിതത്തോടു കൂടി അത് കാലഹരണപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമായൊരു പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അച്ഛനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിനിങ്ങനെ മാർഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു ഇംപ്രഷൻ എനിക്കും കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീടിൻ്റെ കുറച്ച് വർക്കുകൾ വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കോൺസെപ്റ്റ് തോന്നി, ഒരു ഐഡിയ വന്നു, ഇത് ഇവിടെ തന്നെ ഉണ്ട് പ്രസൻറ്റ് ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ പേരൻസ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരും കലാരംഗത്ത്, എഴുത്തിൻ്റെ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ട് അവരൊരു മെമ്മറി ആയിട്ട് അവരാൽ കഷ്ടപ്പെട്ട് പണിത ഈ വീട് അവരിൽ പേരിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി എന്നത് എന്നാൽ ആഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതൊരു കലാഗ്രഹം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എത്തിക്കാനുള്ള
വർക്കുകൾ ഉള്ളതുകൊണ്ട് ഞാനിതിവിടെ ഡെപ്പിക്റ്റ് ചെയ്തു. അപ്പോഴാണ് കലാഗ്രഹം എന്ന് പറയുന്ന കോൺസെപ്റ്റും ആ പേരും പൂർത്തിയാക്കപ്പെടുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിലും കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് വേദിയാകും. തുടർന്നും ഇളം തലമുറയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. എനിക്കിന്ന് മാത്രമല്ല, വേറെ പലർക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തലമുറകളിലേക്ക് എത്തിക്കാനൊക്കെ ഒരു കാര്യകാരണം ഇതാകും എന്ന് ഞാൻ കരുതി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ആയി തീർന്നു എന്ന് മാത്രം. ഇവിടെ വന്നിട്ട് ഒത്തിരി പിക്ചേഴ്സ് കണ്ടു. അതിലെനിക്ക് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഇത്തിരി യുണീക്കായിട്ട് എനിക്ക് ഇത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു പിക്ചറാണിത്. ബിക്കോസ് ബാക്കി പിക്ചേഴ്സിനെ അപേക്ഷിച്ച് ഇതിലാകെ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ 2 കളർ വെച്ച് തന്നെ നമുക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറായിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. സോ ഇതിന് പിന്നിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ പിക്ചറിന്? സ്പെഷ്യാലിറ്റി ഇതിന് എനിക്കൊരു എൻ്റെ ഫേവറേറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ വരച്ച് നിർത്തിയത് നോക്കുമ്പോൾ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെൻറ്റ് ഫ്രാൻസിസിനോട് കുരിശിൽ നിന്നൊരു സ്വരം സെൻറ്റ് ഫ്രാൻസിസ് കേൾക്കുന്നത്, ദൈവം സംസാരിച്ചു എന്ന് പറയുന്നത് റിപ്പയർ ദ ചേർച്ച് എന്നുള്ളതാണ്. അപ്പോൾ റിപ്പയർ എന്ന് പറയുമ്പോൾ അത് റീബിൽഡ് എന്ന് പറയുന്നൊരു ഇതുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഇത് വരച്ചു വന്നപ്പോൾ അതിനപ്പുറത്തേക്കും എന്നെ ഈ പിക്ചർ തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് എന്നെ ഫേവറേറ്റ് ആക്കിയ എൻ്റെ ഒരു റീസൺ. അതായത് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി ഇതിലൂടെ ഡെപ്പിക്റ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധിതനായി അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്ന് വേണമെങ്കിൽ ഈ പടം കാരണമായിട്ടുണ്ട്. കാരണം ഇത് ചർച്ച് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചർച്ചിൽ നിന്നും അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന ചർച്ചിൽ നിന്നും അപ്പുറത്തേക്ക് സെൻറ്റ് ഫ്രാൻസിസ് വളർന്നു എന്നുള്ളതാണ് ഈ ഒരു ചർച്ചിൻ്റെ ഷേപ്പിൽ നിന്ന് ഉയർത്തി സെൻറ്റ് ഫ്രാൻസിസിനെ നിർത്തിയതിൻ്റെ ഒരു കാരണം. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ മനസ്സ് അവൻ്റെ ആധ്യാത്മികത കൊണ്ട് ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചർച്ചിൽ നിന്നും സ്ട്രക്ചർ എന്ന് പറയുന്ന ചർച്ചിൽ നിന്നും അപ്പുറത്തേക്ക് സെൻറ്റ് ഫ്രാൻസിസ് വളർന്ന് ക്രിസ്തുവിനോടും കുരിശിനോടും അടുത്തു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചർച്ചിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, അതുപോലൊരു കുരിശ് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് ആ പണിത പള്ളിയുടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതുപോലെ ചർച്ചിൽ കൊണ്ടുവന്ന സഭയിൽ, കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ആളുടെ ആധ്യാത്മികമായ ജീവിതശൈലി കൊണ്ട് വരുത്തിവെച്ച മാറ്റത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ സെൻറ്റ് ഫ്രാൻസിസ് സെക്കൻഡ് ക്രൈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുരിശിന് മുകളിലേക്ക് പോകുന്നില്ല, കുരിശിനോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് വേറൊരു ഒരു കാര്യത്തിലുള്ളത്. അതുപോലെ നേച്ചറുമായിട്ട് അല്ലെങ്കിൽ ത്രൂ ദ നേച്ചർ ക്രിയേറ്ററിലേക്ക് എത്തിയതിൻ്റെ സിംബോളിസമായിട്ട് ഒരു മരം നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ നിഷ്കളങ്കതയും ആത്മീയമായിട്ട് കുരിശിനോടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള അഭിനിവേശത്തെ പ്രതിദാനിച്ചുകൊണ്ട് ഒരു പ്രാവ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമാധാന പ്രാർത്ഥനയുടെ ആള് സെൻറ്റ് ഫ്രാൻസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ സമാധാനത്തിൻ്റെ സിംബോളിസമായിട്ടും കൂടി ആ പ്രാവിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രിനിറ്റി, ദൈവത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഐക്കൺ കണ്ണ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു ക്രിസ്തുവിനോട് അടുത്ത് വന്നപ്പോൾ, കുരിശിനോട് അടുത്ത് വന്നപ്പോഴാണ് സെൻറ്റ് ഫ്രാൻസിസ് പറയുന്നത് മൈ ഗോഡ് മൈ ഓൾ. അപ്പോൾ ഞാനത് എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് പറയുന്നത് ഞാൻ അവിടെ അതിനാൽ തന്നെ എഴുതി വയ്ക്കപ്പെട്ടു എന്നാൽ. അപ്പോൾ പിന്നെ ഇതിനെ എല്ലാം ഒരു എന്താ പറയുക 3D ഇഫക്ട്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 2 കളറ് മാത്രമാണ് മിനിമലിസത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആശയം എനിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തി കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ ഫ്രാൻസിസിയൻ സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ടുള്ളതൊക്കെ ഉണ്ട്. എനിക്കിത് ഭയങ്കര ഒരു ഫേവറേറ്റ് പിക്ചറായിട്ട് എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പടമാണ്. ഓരോ കലാകാരനും അവരുടെ സൃഷ്ടികളിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള പോലെ അച്ഛൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ഈ പിക്ചർ കാണാം.
ഇവിടെയുള്ള പല പിക്ചേഴ്സിനും 25ഓളം വർഷത്തിലേറെ പഴക്കമുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു അച്ഛനെന്ന നിലയിൽ കലയെ പറ്റി അല്ലെങ്കിൽ കല എന്നുള്ളൊരു വേർഡിനെ പറ്റി അച്ഛൻ എന്താ പറയാ? ലൈക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ. എൻ്റെ ഇത്രയും പ്രായവും ഇത്രയും കാലത്തെ ലൈഫ് എക്സ്പീരിയൻസും പ്രത്യേകിച്ച് ഈ കലാ രംഗത്തുള്ള റിഫ്ലക്ഷൻസും ചേർത്ത് വയ്ക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും കൗതുകവും അത്ഭുതവും ഉളവാക്കുന്നത് എന്തും, അത് കേൾവിക്കായാലും കാഴ്ചയ്ക്കായാലും അത്ഭുതവും കൗതുകവും ഉളവാക്കുന്ന എന്തും കലയാണ്. കാരണം ഒരു തരത്തിൽ ഈശ്വരാനുഗ്രഹമാണ് അത്ഭുതമാകുന്നത്. കൗതുകമാകുന്നത് ഒരാളുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് ദൈവം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹത്തോട് ചേർന്ന് പോകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് എന്തും കൗതുകവും അത്ഭുതവുമാകും. അത് കാഴ്ചയ്ക്കായാലും കേൾവിക്കായാലും. അപ്പോഴാണത് കല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ ആസ്വാദകർ എടുക്കുന്നത്. നമുക്കെല്ലാം വളരെ പുതുമേറിയ യുണീക്കായിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവരും വന്ന് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒട്ടും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സിമ്പിൾ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആർട്ടിനെ ഇഷ്ടപ്പെടുന്ന, കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു.